അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. ഇതൊരു പലഹാരമാണ്. ഇതൊരു കൊഴുക്കട്ടയാണ്. ഇതിൻ്റെ പേര് തരിക്കൊഴുക്കട്ട. അപ്പോൾ തരിക്കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ പച്ചരി, നമ്മൾ സാധാരണയായിട്ട് പച്ചരി ഭയങ്കര ഫൈനായിട്ട് അപ്പത്തിൻ്റെ പോലെയോ പുട്ടിൻ്റെ പോലെയൊക്കെ പൊടിച്ചൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, വറുത്ത് അരിപ്പൊടിയല്ല. പക്ഷേ ഇതങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് പച്ചരി, നല്ല ഇനം പശയില്ലാത്ത പച്ചരി വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ മിക്സി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊടിക്കുക, തരി തരിയായിട്ട് പൊടിക്കുക. അപ്പോൾ അതാണ് തരി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ചരി തരി, അപ്പോൾ 1 കപ്പ് പച്ചരി തരിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടൊരു കൊഴുക്കട്ട. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരിയുടെ തരി 1 കപ്പ്, തേങ്ങയുടെ 2/2 പാൽ 3 കപ്പ്, തേങ്ങ ചിരകിയത് 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകം ചതച്ചത് 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം ചെറുതായി മുറിച്ചത്, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 4 എണ്ണം, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, ആദ്യം ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഇത് 1 കപ്പ് പച്ചരിയുടെ തരി, അതായത് പച്ചരി തരിതരിപ്പായി പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിരാൻ വെച്ചു. എന്നിട്ട് ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ്. അപ്പോൾ നല്ല കുതിർന്ന് ഇരിക്കുകയാണ്, അരമണിക്കൂർ കൊണ്ട് നല്ലതായിട്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എണ്ണ ചൂടായി. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ജീരകം, നല്ല ജീരകം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. നല്ല ജീരകം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ. അതുപോലെ തന്നെയാണ് പെരിഞ്ജീരകം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ. പെരിഞ്ജീരകം ഒന്ന് ചതച്ചതായിരിക്കണം, ചതച്ചിടുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇറങ്ങും. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഈ അല്പം കുറയ്ക്കാം. അതിനോടൊപ്പം പച്ചമുളക് 1 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങളും ചേർത്ത് നല്ല മണം. അപ്പോൾ ജീരകത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ മണമാണ്. നല്ല മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. എല്ലാം പൊട്ടി കഴിഞ്ഞു, പാകത്തിന് മൂത്തു. ഞാൻ പച്ചമുളകിൻ്റെ ഒരു എരിവിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം വട്ടത്തിലായിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വാടി നിറം മാറാനൊന്ന് തുടങ്ങാം. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ്, ഏകദേശം 3 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് നെടുകിയ തേങ്ങാപ്പാൽ മതി, കുറുകിയ തേങ്ങാപ്പാൽ വേണ്ട. ഒരു 2-ാം പാലോ 3-ാം പാലോ ആയാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. എല്ലാ കാര്യങ്ങളുമായി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഏതാണ്ട് 3 കപ്പ് നെടുകിയ തേങ്ങാപ്പാൽ. ഇനി ഇതിലൊരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ ഈ പച്ചരിയുടെ തരി ചേർക്കുന്നതിന് മുന്നേ ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ തേങ്ങ ചിരകിയത്, ഇത് ഇഷ്ടത്തിന് ചേർക്കാം. 1/2 കപ്പോ 1 കപ്പോ എന്ത് വേണമെങ്കിലും ആകാം. 3/4 കപ്പ് എന്നാണ് ഞാൻ അളവ് പറഞ്ഞത്. പച്ചത്തേങ്ങ ചിരകിയത്. ഇതെല്ലാം തന്നെ നമ്മളുടെ കൊഴുക്കട്ടയുടെ രുചി കൂട്ടുകയുള്ളൂ, തരിക്കൊഴുക്കട്ടയുടെ. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലും ബാക്കി ചേരുവകളെല്ലാം കൂടി ചേർന്ന് തിള വന്നു തുടങ്ങി. അപ്പോൾ താളിച്ച കടുക്, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെന്താ ചേർത്ത്, പെരിഞ്ജീരകം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ നല്ല തിള വന്നു. ഇപ്പോൾ തേങ്ങാപ്പാൽ ആ ഒരു കൂട്ടാണ്. പിന്നെ തേങ്ങ ചിരകിയത് ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത തരിതരിപ്പായി പൊടിച്ച പച്ചരിയാണ്, അരമണിക്കൂർ കുതിർത്ത്. അത് അതിനകത്തേക്ക് ഇടുന്നു. 1 കപ്പ്. ഇനി നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ ഭാഗത്തൊക്കെ ഇച്ചിരി കൈ എടുത്താലും കുഴപ്പമില്ല.
ഇച്ചിരി വാട്ടറി ആണല്ലോ, കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ടൈറ്റായി തുടങ്ങും. ഇത് കുറുകി വരുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ ഈ പച്ചരിയുടെ തരി വേകുന്നൊരു പ്രോസസ്സും നടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ താളിച്ച കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചേർത്തിരുന്നു, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ്, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചതാണ്. അതെല്ലാം കൂടി ഇട്ട് ഇപ്പോൾ ടൈറ്റായി തുടങ്ങുന്നു, ചെറുതായിട്ട് കുറുകാൻ തുടങ്ങുന്നു. ഇത് അരിപ്പൊടിയല്ലേ, ശരിക്കും പറഞ്ഞാൽ തരിതരിപ്പായിട്ട് പൊടിച്ച പച്ചരിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടൈറ്റാകും. അങ്ങനെ ടൈറ്റായി ഇങ്ങനെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു ഭാഗമായി കഴിയും. അപ്പോൾ ഇത് തേങ്ങാപ്പാലിലല്ലേ നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാകും. ഇത് ഇച്ചിരി നേരം തണുക്കാനായിട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉറയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുട്ടുന്ന സമയമാകുമ്പോൾ അത് കുറച്ച് കയ്യിൽ പിടിക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ അവസാനം കുറച്ച് അരിപ്പൊടി നമ്മൾ കരുതി വെക്കുന്നത് നല്ലതാണ്. ഇത് വറുത്ത അരിമാവാണ്, സാധാരണ അപ്പത്തിനോ പുട്ടിനോ ഒക്കെ, പുട്ടിൻ്റെ മാവായാലും മതി വറുത്തത്. അപ്പോൾ അതൊരു 1/2 കപ്പ് 3/4 കപ്പ് എടുത്ത് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുക, എടുക്കാറായി. ഇനി എടുത്ത് മാറ്റുന്നു, എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കുന്നു ഒരു പാത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് നീഡ് ചെയ്യണം. അന്നേരം ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കഴിഞ്ഞ് ഒരു 1/2 കപ്പ്, അത് ആവശ്യാനുസരണം ഒരു 3/4 കപ്പ് എടുത്ത് വയ്ക്കുക. 1/2 കപ്പോ 1/4 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ ഇച്ചിരി മാവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ മുതൽ എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ നമ്മൾ 1 ടീസ്പൂൺ മതി, നെയ്യും കൂടി ചേർക്കും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് അല്പം നേരം തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഉരുട്ടുന്ന സമയത്ത് ഒരല്പം അരിപ്പൊടിയും കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു മാവ് കട്ടിക്കാക്കി എടുത്തത് ഒരു പ്ലേറ്റിൽ വെച്ചു, അല്പം തണുക്കാൻ സമയം കൊടുത്തു. എന്നിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ഒരല്പം ഒരു 1/2 കപ്പോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് നമുക്ക് പാകത്തിന് റെഡി ആയിരിക്കുവാണ്. ഇനി ഇതിൽ നിന്നും ഉരുളകൾ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ കയ്യിൽ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വന്ന 2 കാര്യങ്ങൾ, കൈ ഒരല്പം നനച്ചിട്ട് വേണം ഉരുട്ടാൻ. അപ്പോൾ കൈ ഇങ്ങനെ ഒരു സൈഡിൽ ഇച്ചിരി വെള്ളം എടുത്ത് വയ്ക്കുക, കൈ വെള്ളയിലും കയ്യിലൊന്ന് നനച്ചിട്ട്, എത്ര ഉരുളയുടെ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം, ഏത് സൈസ് വേണം കൊഴുക്കട്ടയുടെ. ഇങ്ങനെ ഉരുട്ടി എടുക്കുക. ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, താഴത്തെ തട്ടിൽ വെള്ളമുണ്ട്, നല്ലതായിട്ട് ആവി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് വയ്ക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റീമറിൽ ഇങ്ങനെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കാം. ഏതാണ്ട് ഒരു 35 കൊഴുക്കട്ടകൾ ഉണ്ട്. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. പാത്രം അടയ്ക്കാം, എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം സ്റ്റീം ചെയ്യാം, ആവി കയറ്റാം. അപ്പോൾ നല്ലതായിട്ട് ഇതിപ്പോൾ ഏതാണ്ട് വെന്ത് കഴിഞ്ഞ സാധനമാണ്. ഇതൊരു 3/4 വെന്ത് കഴിഞ്ഞു, എങ്കിലൊരു സ്റ്റീമിങ്ങും കൂടെ വേണം. അത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിക്കൊഴുക്കട്ടയായി മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു, ഞാൻ തീ ഓഫ് ചെയ്തു, ഒരല്പം സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അടപ്പ് തുറക്കാം. നമ്മളുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിരിക്കണം. ഇപ്പം നല്ല ചൂടാണ്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ തരിക്കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനും സുന്ദരമായ ഇരിക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്, സുന്ദരി കൊഴുക്കട്ട. നല്ലൊരു യെല്ലോ കളർ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ തരിക്കൊഴുക്കട്ട. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പം, സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും, ആദ്യം കാണിച്ചത് നമ്മളുടെ കോഴി മുളകിട്ടതും, അതും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തരിക്കൊഴുക്കട്ടയും. ഇത് 2 വിഭവങ്ങളും പരീക്ഷിക്കുക. പറ്റുമെങ്കിൽ പെരുന്നാളിന് ഈ 2 വിഭവങ്ങളും നിങ്ങളുടെ മെനുവിൻ്റെ ഭാഗമാക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മാജിക്കാവിൻ്റെ റംസാൻ ആശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക്കാവിലൂടെ കാണാം.